ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിനാണ്, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെല്ലാം ചേർന്നത് നമ്മൾ വൈകുന്നേരം ഒരു ട്രാവലറിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് യാത്ര പോയത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മളൊന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. എല്ലാവരും 4 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് വരുന്ന പറഞ്ഞത്. നീ പറ. കുറച്ചാളും കൂടി വരാനുണ്ട്. ആരാ അതിന്റെ കോർഡിനേറ്റർ? നമ്മുടെ അവനാണ് ചിന്നമ്പയ്യ. ചിന്നമ്പയ്യാണ് നമ്മളതിന്റെ കോർഡിനേറ്റർ. അതിന്റെ മെയിൻ ആള് വന്നിട്ടില്ല. ഫോട്ടോ അല്ല, വീഡിയോ എടുക്കുന്ന. എടാ, ഇതാരും മിഥുനത്തില് മോനാണ് പോലെ ഉണ്ടല്ലോ. സത്യം മിഥുനത്തില്ലേ വേറെ നല്ല ഒരു സംഘാടകന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൂടെ? നാട്ടിൽ നമ്മുടെ അനിയാട്ട എല്ലാവരെയും വിളിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ലിസ്റ്റ് പേര് തന്നവരുടെ ലിസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്നും എത്തിയില്ല. ഇതാണ് 10-20 ആള് പോവാൻ നിന്ന എല്ലാവരും ഒന്നും ഒന്നിച്ചെത്തൂല. ഞങ്ങളെ കുറച്ച് വൈകി ഇതെപ്പ വരുന്നു കയറി വരുന്നത്? എത്ര സമയം വെയിറ്റ് ചെയ്യുന്നത്? വീഡിയോ ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ മഹേഷ് സാറും രമേശ് സാറൊക്കെ ഇവിടെ ആദ്യമായിട്ട് നേരത്തെ വന്നത്. അതിന്റെ ഒരു അഹങ്കാരം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോല്ലേ അതിൻ്റെതായ മര്യാദ ഇത് വേണം. ഞങ്ങള് നേരത്തെ വന്നിട്ട് കാര്യമില്ല. എല്ലാ പ്രാവശ്യവും നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ നിൽക്കാതെ പതിവ്. അങ്ങനെ ലിസ്റ്റ് പേര് തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങാൻ പോവായിരുന്നു. എല്ലാവരും റെഡിയായി. കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പം നമ്മൾ എവിടെയാണ്? തൃശ്ശൂരാണല്ലോ വരുന്നത്. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രമല്ലേ നമ്മളെ പരശുരാമൻ സ്ഥാപിച്ചതാന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ പിന്നെ കഥയുമായിട്ട് ഒരുപാട് ഇതിന് ബന്ധമുണ്ട്. കണ്ണകി മധുര ദഹിപ്പിച്ച ശേഷം മോക്ഷം പ്രാപിക്കാനെന്ന കൊടുങ്ങല്ലൂർ എത്തിയെന്ന് മറ്റൊരു കഥയുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനുണ്ട്. ചേരമാൻ പെരുമാളുടെ കാലത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരുപാട് നിർമ്മിതി ഉണ്ടാക്കിന്. രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഇവിടുത്തെ കാവ് തീണ്ടലും പരിപാടിയെല്ലാം ലോകപ്രസിദ്ധമാണ്. ഇതൊന്നും കൂടാണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദി ശങ്കരാചാര്യരില്ലേ ഇവിടെ 5 ശിലാചക്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ശക്തിയുള്ള ശിലാചക്രങ്ങളാണെന്നും അങ്ങനെ ഒരുപാട് കഥയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുങ്ങല്ലൂരിനുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടായതിനാൽ തന്നെ ചെറിയൊരു മഴക്കോളലുണ്ട്. പക്ഷെ മഴ പെയ്യാതിരുന്നാൽ നന്നായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടെയ്നർ റോഡ് വഴി ഇപ്പോൾ ഏകദേശം വരാപ്പുഴ സിഗ്നലിൻ്റെ അവിടെ എത്താനായി കേട്ടോ. ഈ യാത്രകൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ, ഇന്നാവാനേ ബുദ്ധിമുട്ടുള്ളൂ. ഇന്നായി കഴിഞ്ഞാൽ നല്ല ത്രില്ലായിരിക്കും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാത്രാ പ്ലാനിങ് ചെറിയൊരു വ്യത്യാസം കൊണ്ട് വരുത്തി. അതായത് പോകുന്ന വഴിക്ക് തന്നെയാണ് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലും കൂടിയിട്ട് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സമയം ഏകദേശം 6 മണിയെല്ലാം ആകാനായി. ഈ ക്ഷേത്രം കൊടുങ്ങല്ലൂർ തന്നെയാണ് വരുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു അമ്പലമാണ്. അതായത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ക്ഷേത്ര. ശിവൻ, പാർവതി, അങ്ങനെ ഗണപതി, ശിവൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് വസിക്കുന്ന അമ്പലമാണ്. ഒരുപാട് വഴിപാടുകളും പരിപാടിയെല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വാസ്തുവിദ്യയും പരിപാടിയെല്ലാം കേരളത്തിൻ്റെ തനതായ രീതിയിൽ വളരെ ചരിത്രം പ്രാധാന്യമുള്ള ഇതാണ്. ഈ അമ്പലത്തിൽ അതായത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഭയങ്കര ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു അമ്പലമാണ് ഈ അമ്പലം. പക്ഷേ പാലിയത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ഇത് വീണ്ടും പുനഃസ്ഥാപിച്ച് നല്ല വാസ്തുവിദ്യയിൽ തന്നെ പണിതെടുത്തു. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ശിവൻ, പാർവതി, ഗണപതി, അങ്ങനെ ശിവൻ്റെ പ്രതിഷ്ഠകളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം. അതിമനോഹരമായ ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ 2 കുളങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്. അമ്പലത്തിലാണെങ്കിൽ തന്നെ നടക്കാനും ഒരുപാട് വിസ്തീർണമുള്ള അമ്പലമാണ്. അതുപോലെ തന്നെ വെച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ.
ഇവിടുത്തെ ഏഹ്, ഒരുപാട് പിന്നെ പൂജാ പരിപാടികളെല്ലാം ഉണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ സദാശിവഭാവത്തിലുള്ള മഹാദേവനാണ്. ഉമാദേവിയോടൊപ്പം സകുടുംബം വാഴുന്ന ഭഗവാൻ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് തൊഴുത കുടുംബത്തിലെ ഐശ്വര്യം സമാധാനവും എല്ലാം ഉണ്ടാവുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രയാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തുക. നമ്മളങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി ചേട്ടാ. അവിടെ എത്തിയ മനസ്സിലായത് ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കാ. കഴിഞ്ഞ പ്രാവശ്യം വന്നത് പോലെയല്ല, ഇപ്രാവശ്യം അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. വണ്ടിയെല്ലാം ഒരുപാട് പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി. അതുപോലെ തന്നെ കുറച്ച് വൈകിപ്പോയി ചേട്ടാ. ഇനിയിപ്പം വിഷുവെല്ലാം കുറച്ച് നൈറ്റ് ആയി, ഏകദേശം 7 മണി ആവാനായി. ഇനി എത്രയും പെട്ടെന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുക. കാരണം ദീപാരാധനയെല്ലാം ഉണ്ട്, പിന്നെ നടയടക്കും. അപ്പോൾ ആൾക്കാർ തന്നെ ഒരുപാട് ക്യൂ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലുണ്ട്. ഇതാ ഇവിടെയെല്ലാം വന്നതല്ലേ, അതായത് മീനമാസത്തിൽ നേരത്തെ പറഞ്ഞ ആ കാവ് തീണ്ടലും പരിപാടിക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് അമ്പലത്തിനെ പറ്റിയെല്ലാം കൂടുതൽ അറിയാനും അമ്പലത്തിൽ നല്ല മനസ്സമാധാനമായി തൊഴാനെല്ലാം നമ്മൾ ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അധികം തിരക്കില്ലാത്ത ദിവസങ്ങളിലാണ്. പിന്നെ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ പോകുക എന്ന് പറയുമ്പം അവിടുത്തെ ഓളത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുക, അത്ര തന്നെ. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരുപാട് വഴിപാടുകളുണ്ട്. മഞ്ഞൾപ്പറ, അതുപോലെ തന്നെ ഒരു മുക്തിയുണ്ട്.